രേഷ്മ ശ്രീജിത്ത്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് പരപ്പളവ്. പരപ്പളവ് അഥവാ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? 8ാം ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. എന്താണ് ഏരിയ? നമുക്കൊരു സ്ക്വയർ തന്നാൽ എങ്ങനെയാണ് അതിന്റെ ഏരിയ കാണാം, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം അല്ലെ? അപ്പൊ ഈ ചാപ്റ്ററിലും നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റീകോൾ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഈ ത്രികോണത്തിന്റെയും സമചതുരത്തിന്റെയും അതേപോലെ തന്നെ ചതുരത്തിന്റെയും പരപ്പളവാണ് നമ്മൾ ഒന്ന് റീകോൾ ചെയ്യുന്നത്. അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ? നമുക്ക് അറിയുന്നത് ഇക്വേഷൻ ആണ് അല്ലെ? എന്താണ്? ഞാനിപ്പോ ഒരു ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കുന്നു. അതിന്റെ ബേസും ഹൈറ്റും ഡിനോട്ട് ചെയ്യുന്നു. നമുക്ക് ബേസും ഉണ്ട് ഹൈറ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ നമുക്ക് കണ്ടുകൂടെ? എന്താണ് ഇക്വേഷൻ? ഹാഫ് 1/2 BH, അതായത് ഹാഫ് BH 1/2 ഇൻറ്റു എന്താ പറയാ, പാദം ഇൻറ്റു ലംബം അല്ലെ? ഇനി സമചതുരത്തിന്റെ ഏരിയ എങ്ങനെ കാണുക? അത് നമുക്കറിയാം. സമചതുരം എന്ന് പറയുകയാണെങ്കിൽ എന്താ, 4 തുല്യ വശങ്ങൾ ഉണ്ടാവും. ഇപ്പോ ഈ സമചതുരത്തിന്റെ ഒരു വശം ഞാൻ A എന്ന് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 4 വശവും തുല്യമായില്ലേ? അപ്പൊ അതിന്റെ ഏരിയ എന്താണ്? A². ഒരു വശം A ആണെങ്കിൽ ഒരു സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് A². ഇവിടെ ഏരിയ എന്നോട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു റീജിയൻ, ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ അല്ലെ? ഇതിന്റെ ഉള്ളിലെ റീജിയൻ ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് നമുക്കറിയാം. ഇനി ഒരു ചതുരം, ഒരു റെക്റ്റാങ്കിൾ ആണ്, അതിന്റെ പരപ്പളവാണ് നമ്മളോട് കാണാൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? പരപ്പളവിന് എന്തുണ്ടാവും? നീളം ഉണ്ടാവും, വീതി ഉണ്ടാവും അല്ലെ? ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? നീളം ഇൻറ്റു വീതി, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ? സോ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോ ഈ 3 കാര്യങ്ങൾ, ഈ ട്രയാങ്കിളിന്റെയും സ്ക്വയറിന്റെയും റെക്റ്റാങ്കിളിന്റെയും ഏരിയ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമുക്ക് ഭാവിയിലും ആവശ്യമുള്ള കാര്യമാണ്. സോ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് BH, പാദം ഇൻറ്റു ലംബം ബൈ 2. ഇനി സമചതുരത്തിന്റെ ആണെങ്കിലോ ഒരു വശം A ആണെങ്കിൽ അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് A². ചതുരത്തിന്റെ ആണെങ്കിൽ എന്താവും? നീളം ഇൻറ്റു വീതി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഒരു ചതുരം, അതായത് ഒരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് വ്യത്യസ്ത നീളത്തിലും വീതിയിലും വരുന്ന അതേ ഫിക്സഡ് ഏരിയ ഉള്ള ചതുരമാണ്. ചതുരം എത്രത്തോളം ചതുരം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചതുരം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. എന്താണ്? ഏരിയ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള നീളവും വീതിയും നമുക്ക് കണ്ടെത്താൻ സാധിക്കൂ. അങ്ങനെ സാധിച്ചാൽ നമ്മൾ അത് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചതുരത്തിന്റെ ഏരിയ എന്താണെന്ന് നോക്കാം. Area of a rectangle equal to 12 centimeter square. എന്താണ്? നമ്മുടെ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതെപ്പോഴും ഫിക്സഡ് ആണ്. ഇനി നമുക്ക് വ്യത്യസ്തമായ ചതുരങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാം. നമുക്കിവിടെ ഏരിയ തന്നിട്ടുണ്ട്, പക്ഷെ നീളവും വീതിയും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്താ ഇക്വേഷൻ എഴുതാം. നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. എന്താണ് ഇക്വേഷൻ? ഏരിയ ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് നമ്മൾ കാണാം? നീളം ഇൻറ്റു വീതി. അത് ഞാൻ ഇവിടെ എഴുതാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ സ്ക്വയർ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത് സാധിക്കുന്നത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 12 കിട്ടണം.
അങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ നടത്തിക്കൂടെ? വേറെ നീളവും വീതിയുള്ള എത്ര ചതുരം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഏരിയ മാറില്ല. സോ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനത്തെ കോമ്പിനേഷൻസ് കണ്ടെത്താം. 12 എന്ന് പറഞ്ഞ ആൻസർ വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് 12 into 1 എന്താണ്? 12 ആണ് അല്ലെ? സോ 12 into 1 is equal to 12. ഓക്കെ. ഇനി അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് 6 into 2 എന്താണ്? അതും 12 ആണ്. സോ 6 into 2 is equal to 12. ഇനി ഒരു കോമ്പിനേഷൻ കൂടെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? എന്താണ്? 4 into 3. നമുക്കറിയുന്ന കാര്യമാണ്. 4 into 3യും 12 ആണ്. ഇപ്പൊ എന്തായി? നമ്മൾ 3 കോമ്പിനേഷൻസ് കണ്ടെത്തിയിരിക്കുന്നു. ത്തിന്റെയും ഗുണനഫലം എന്തായി മാറിയിരിക്കുകയാണ്? 12 തന്നെയാണ്. സോ ഇപ്പൊ നമുക്ക് എന്താ? നമുക്ക് 3 വ്യത്യസ്ത ചതുരം കൺസ്ട്രക്ട് ചെയ്യാം. പക്ഷെ അവയുടെ ഒന്നും എന്താ ഏരിയക്ക് വ്യത്യാസവും വരില്ല അല്ലെ? ഇനി ഈ കോമ്പിനേഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലസാഗു കാണുന്ന മെത്തേഡ് ഇല്ലേ, നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് നോക്കിയാൽ മതി. 12നെ നമ്മള് LCM കാണുമല്ലോ, രണ്ടില് പോകും 12. അപ്പൊ എന്താ നമുക്ക് കിട്ടാം? 6 എന്ന് കിട്ടും. ഈ 6 എന്താ? വീണ്ടും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. 3ന് നമുക്ക് 3 കൊണ്ട് തന്നെ. അപ്പൊ എന്താണ് നമ്മുടെ ഫാക്ടേഴ്സ്? ഇപ്പൊ എന്തൊക്കെയായി? 2 into 2 into 3 into 1 12 ആണ്. ഓക്കെ. സോ ഇനി ഈ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ ഈ 3 നമ്പേഴ്സിനെ എടുത്തു. അതായത് 2 into 2 4. 4 into 3 എന്ന് പറയുന്നത് 12 ആണ്. സോ 12 into 1 12. ഒന്നാമത്തെ കോമ്പിനേഷൻ. ഇനി ഞാൻ ഈ 2 നമ്പേഴ്സിനെ ഒന്നിച്ചെടുത്തു. 2 into 2 എന്ന് പറയുന്നത് 4. 4 into 3 എന്താണ്? 12. സോ ഈ കോമ്പിനേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി ഞാൻ ഈ 2നെ ഇവിടെ മാറ്റി നിർത്തുന്നു. എന്നിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ്, അതായത് 2 into 3 into 1 എത്രയാ? 6. 2 into 6 എന്താ? 12 ആണ്. മൂന്നാമത്തെ കോമ്പിനേഷനും കിട്ടി. ഇങ്ങനെ ഞാൻ 3 കോമ്പിനേഷൻസ് ഉണ്ടാക്കി. ഇപ്പൊ നമുക്ക് എന്താ? ഫിക്സഡ് ഏരിയയിൽ വ്യത്യസ്തമായ നീളവും വീതിയുള്ള റെക്ടാംഗിൾസ് തന്നെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്താൽ മാത്രം മതി. സോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. 12 സെന്റിമീറ്റർ ആണ് ആദ്യത്തെ കോമ്പിനേഷനിൽ. 12 സെന്റിമീറ്റർ ആണ് നീളം. ഞാൻ വരയ്ക്കുന്നു. 12 സെന്റിമീറ്റർ. ഇവിടെ വീതി എന്ന് പറയുന്നത് എന്താ? 1 സെന്റിമീറ്റർ. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ റെക്ടാംഗിൾ ആയി. ഈ റെക്ടാംഗിളിന്റെ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്? 12 തന്നെയാണ്, സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. ഇനി അടുത്ത കോമ്പിനേഷൻ നോക്കൂ. 6 into 2. നീളം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ നീളത്തില് ഞാൻ നീളം വരച്ചു. ഇനി നമ്മുടെ വീതി എന്ന് പറയുന്നത് എന്താ? 2 സെന്റിമീറ്റർ ആണ്. സോ 2 സെന്റിമീറ്റർ വരച്ചു. ഈ ചതുരത്തിന്റെയും പരപ്പളവ് എന്താണ്? നീളം ഇൻറ്റു വീതി, അതായത് 6 into 2 എന്താണ്? 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്ത കോമ്പിനേഷൻ നോക്കാം. 4 into 3 അല്ലെ? നീളം എന്ന് പറയുന്നത് എന്താണ്? 4 സെന്റിമീറ്റർ സ്ക്വയർ. 4 സെന്റിമീറ്റർ. നമ്മുടെ വീതി എത്രയാണ്? 3 സെന്റിമീറ്റർ. ഇവിടെ നമ്മൾ അടുത്തൊരു ചതുരം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? നീളം ഇൻറ്റു വീതി, അതായത് 4 ഗുണിക്കണം 3, അതും എന്താണ്? 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പോ ഈ 3 ഫിഗേഴ്സ് നോക്കി നോക്കൂ. 3 എണ്ണത്തിലും എന്താ? ഏരിയ തുല്യമാണ്. പക്ഷെ അതിന്റെ ഷേപ്പ് എന്താ?
വ്യത്യാസം വന്നില്ലേ? നീളവും വീതിയും ഓരോ റെക്ടാങ്കിളിന്റെ എന്താണ് വ്യത്യാസം വന്നു. അപ്പോ ഇതാണ് നമ്മളോട് ചോദിച്ചത്. ഏരിയ ഫിക്സഡ് ആക്കിക്കൊണ്ട് നമുക്ക് വ്യത്യസ്തമായ ചതുരം വരയ്ക്കാൻ സാധിക്കുമെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കത് പറ്റുന്നത് നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി ഇതേ കേസ് നമുക്ക് ത്രികോണത്തിൽ സാധിക്കുമെന്ന് നോക്കാം. അതായത് ട്രയാങ്കിളിൽ നമ്മൾ ഇതേപോലെ ഒരു ഏരിയ ഫിക്സഡ് ആയിട്ട് തരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിഫറെന്റ്, അതായത് ഏരിയ മാറാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് വരയ്ക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. നമുക്കിനി ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. സോ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോ പരപ്പളവ് എന്തായി? 12 സെന്റിമീറ്റർ സ്ക്വയർ ആയി. അതെപ്പോഴും ഫിക്സഡ് ആണ്. ഇനി നമുക്ക് ആകെ എന്താ നമുക്ക് അറിയുന്നത്? ഏരിയ മാത്രം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ബേസും ഹൈറ്റും കണ്ടെത്തണം അല്ലെ? അപ്പോ നമുക്ക് പരപ്പളവിന്റെ ഇക്വേഷൻ അറിയാലോ. അത് നമ്മൾ എടുത്ത് എഴുതുന്നു. പരപ്പളവിന്റെ ഇക്വേഷൻ ആണ് ഹാഫ് ബി എച്ച്, അതായത് പാദം ഇൻടു ലംബം ഹരിക്കണം 2. അത് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 12 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ? ഈ 2 ഇവിടെ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. ആ 2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ ഡിവിഷൻ ആണ്, അപ്പൊ ഇവിടെ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ ആയി അല്ലെ? ഇവിടെ ഗുണനാവും. സോ ബി എച്ച് ഇസ് ഈക്വൽ ടു 12 ഇൻടു 2. അതെന്താണ്? 24. എന്താണ് ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? പാദം ഇൻടു ലംബം എന്ന് പറയുന്നത് 24 ആണ്. ഇപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ നമ്മൾ ചതുരത്തിന്റെ കേസ് എടുത്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പിനേഷൻസ് ഉണ്ടാക്കണം. 2 നമ്പർ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത്? 24 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടണം. സോ നമുക്ക് ആ 2 നമ്പേഴ്സ് കണ്ടെത്താം. ആദ്യം തന്നെ ഞാൻ 24 ഗുണിക്കണം 1 എന്താണ്? 24 ആണ്. സോ ആ കോമ്പിനേഷൻ ആണ് ഞാൻ ആദ്യം എഴുതുന്നത്. അടുത്ത പെയർ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നത് 12 ഗുണിക്കണം 2, അതും എന്താണ്? 24. അല്ലെ? ഇനി നമുക്ക് പെയർസ് ഉണ്ടാക്കാൻ പറ്റൂ ഇല്ലേ? എന്താണ്? 8 ഗുണിക്കണം 3, അതും എന്താണ്? 24 ആണ്. ഇനി ലാസ്റ്റ് പെയർ എന്ന് പറയുന്നത് 6 ഗുണിക്കണം 4, 24. ഇതിപ്പോ നമ്മൾ എണ്ണൽ സംഖ്യകളുടെ പെയർസ് ആണ് എടുത്തത്. ഇനി വേണമെങ്കിൽ നമുക്ക് പോയിന്റ് വരുന്ന സംഖ്യകൾ എടുക്കാം. പക്ഷെ അത് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ മാത്രം എടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ എന്താ 4 കോമ്പിനേഷൻസ് ഉണ്ടാക്കി. 4 കോമ്പിനേഷന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? നമുക്ക് 24 എന്ന് കിട്ടുന്നു. അപ്പൊ നേരത്തെ നമ്മൾ റെക്ടാങ്കിളിന്റെ കേസിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇപ്പൊ എന്തായി മനസ്സിലായി? നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ട്രയാങ്കിൾസ് വരയ്ക്കാം. പക്ഷെ അവരുടെ ഒക്കെ എന്തായി? ഈ ഏരിയ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഓക്കെ, ഇനി ഞാനിപ്പോ ഈ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം. 8 into 3 equal to 24. എന്നിട്ട് ഞാൻ ഒരു ത്രികോണം കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആയിട്ട് എടുക്കണം. അപ്പൊ ബേസ് 8 സെന്റിമീറ്റർ. ഇവിടെ ഹൈറ്റ് എത്രയാണ് പറഞ്ഞത്? 3 സെന്റിമീറ്റർ എന്നാണ്. അപ്പോ ഞാൻ ഇവിടെ ഈ ബിന്ദുവിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അതിന്റെ നീളം എന്ന് പറയുന്നത് എന്താണ്? 3 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈൻ ഇവിടെ വരയ്ക്കുന്നു. ഇനി ഞാൻ ഈ പോയിന്റ് തമ്മിൽ യോജിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ ലഭിച്ചു. എന്താണ്? ബേസ് എന്ന് പറയുന്നത് 8 തന്നെയാണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? ഏരിയ എങ്ങനെ കാണുക? ഹാഫ് ബി എച്ച് അല്ലെ? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്
1/2. ബേസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ. 8 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ 3 സെന്റിമീറ്റർ. അപ്പൊ എന്താണ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് 4 കിട്ടും. അപ്പൊ 4 ഗുണിക്കണം 3 12 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കിട്ടി അല്ലെ. ഇനി ഇതേ ബേസും ഇതേ ഹൈറ്റും വെച്ച് ഞാൻ വേറെ ഷേപ്പിലുള്ള ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് 8 സെന്റിമീറ്റർ. ഇനി ഞാൻ ഈ ലൈനിന്റെ മധ്യബിന്ദുവിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുകയാണ് 3 സെന്റിമീറ്റർ ഹൈറ്റിലുള്ള 3 സെന്റിമീറ്റർ. എന്നിട്ട് ഞാൻ ഈ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യാണ്. അപ്പോഴും എന്തായി നമുക്ക് വേറൊരു ത്രികോണം കിട്ടി. ഇതിന്റെയും പരപ്പളവ് എന്ത് തന്നെയായിരിക്കും 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. കാരണം എന്താ ബേസും ഹൈറ്റിനും വ്യത്യാസമില്ല അല്ലെ. ഇനി വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ ഒരു ലൈൻ വരയ്ക്കുന്നു. അതിന്റെ നീളം 8 സെന്റിമീറ്റർ എന്ന് എടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അതിന്റെ നീളവും എന്താണ് 3 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് ഞാൻ ഈ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഈ 3 ത്രികോണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 3 എണ്ണത്തിന്റെയും ബേസും ഹൈറ്റും സെയിം ആണ്. പക്ഷെ ബാക്കി 2 വശങ്ങളുടെ നീളം മാത്രമാണ് വ്യത്യാസം വന്നത് അല്ലെ. ഇതിന്റെ ഏരിയ എന്താണ് ഫിക്സഡ് ആണ്. 12 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയാണ്. എന്താണ് ഒന്നുകൂടെ പറയാം, ഏരിയ ഫിക്സഡ് ആണ്. അതുപോലെ ബേസും ഫിക്സഡ് ആണ്. വ്യത്യാസമല്ല. 3 ഫിഗർ നോക്കുമ്പോൾ ബാക്കി വരുന്ന 2 വശങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലെ. ഇനി ഞാൻ ഈ 3 ഫിഗേഴ്സിനെയും ഈ 3 ട്രയാങ്കിൾസിനെയും കൂടി ഒരൊറ്റ ഫിഗറിൽ വരയ്ക്കാൻ പോവാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ 3 ഫിഗറിലും കോമൺ ആയിട്ടുള്ള എന്താണ് ബേസ് ആണ് അല്ലെ. ബേസ് എന്ന് പറയുന്നത് എത്രയാണ് 8 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഏരിയ എപ്പോഴും 12 സെന്റിമീറ്റർ സ്ക്വയർ ആവും. അപ്പോ ഞാൻ 8 സെന്റിമീറ്റർ നീളത്തില് ഒരു ബേസ് വരച്ചു. ഓക്കെ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ ഹൈറ്റും എന്താ ഫിക്സഡ് അല്ലേ. ഇവിടെ നിന്നൊരു ലൈൻ വരച്ചു. അതിന്റെ നീളം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. എന്നിട്ട് എന്താ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. ഈ പോയിന്റിലേക്കും ഞാൻ ജോയിൻ ചെയ്യും. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിന് ഞാൻ പേര് കൊടുക്കുകയാണ് ABC. എന്താണ് ബേസ് 8 സെന്റിമീറ്റർ, ഹൈറ്റ് 3 സെന്റിമീറ്റർ. ഇതേ ഫിഗർ തന്നെ. അപ്പൊ ഇതിന്റെ ഏരിയ എന്തായിരിക്കും 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അല്ലെ. ഇനി ഇതേ ബേസിൽ തന്നെ ഞാൻ അതിന്റെ സെന്ററിൽ നിന്ന് വീണ്ടും ഒരു ലൈൻ വരയ്ക്കുന്നു 3 സെന്റിമീറ്റർ അളവിൽ. എന്നിട്ട് നമുക്ക് ഈ വേർട്ടെക്സിൽ നിന്ന് ഈ BC എന്ന വേർട്ടെക്സ് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോഴും എന്തായി സെയിം ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അതായത് ബേസും ഹൈറ്റും സെയിം ആണ്. അതുകൊണ്ട് എന്തായി ഏരിയക്ക് വ്യത്യാസം വരുന്നില്ല. ഓക്കെ. ഇനി ഞാൻ വീണ്ടും ഈ പോയിന്റിൽ നിന്ന് വീണ്ടും ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു. 3 സെന്റിമീറ്റർ ഹൈറ്റിലുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BC എന്ന് പറഞ്ഞ ഈ 2 വേർട്ടെക്സിലേക്ക് ഞാൻ ലൈൻ ജോയിൻ ചെയ്യാണ്. അപ്പൊ എന്തായി നമുക്ക് അടുത്ത ട്രയാങ്കിളും കിട്ടി. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ് 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ ബേസ് തുല്യമാകുമ്പോൾ ബേസും തുല്യമാണ്, നമ്മുടെ ഏരിയയും തുല്യമാണ്. 3 ട്രയാങ്കിൾസ് നമ്മൾ കൺസ്ട്രക്റ്റും ചെയ്യും. ഇനി ഈ 3 വരകളും നമ്മൾ നോക്കൂ. ഈ 3ഉം പാരലൽ ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഹൈറ്റ്, ഈ ലൈനിന്റെ ഹൈറ്റും ഈ ലൈനിന്റെ ഹൈറ്റും ഈ ലൈനിന്റെ ഹൈറ്റും എന്താണ് തുല്യമാണ്. സോ ഞാൻ ഈ പോയിന്റ്സ്, ഇതിനെ ഞാൻ D എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഇതിനെ ഞാൻ E എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഞാൻ ഈ 3 പോയിന്റ്സിനെയും
ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. എന്താണ്? ADE. അതായത് ഈ 3 ട്രയാങ്കിളിന്റെയും തേർഡ് വേർട്ടെക്സ് ആണ്, മൂന്നാമത്തെ മൂല. ഈ 3 വേർട്ടെക്സിനെയും ജോയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു ലൈൻ വരച്ചു. ഈ ലൈനിന് ഞാൻ GH എന്നൊരു പേരും കൊടുത്തു. ഓക്കെ, ആ ലൈനും നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ബേസും എന്താണ്? പാരലൽ ആണ്, സമാന്തരമായിട്ടാണ് പോകുന്നത്. അപ്പോ നമ്മൾ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ റിസൾട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഫിക്സഡും അതേപോലെ തന്നെ നമ്മുടെ ഏരിയയും ഫിക്സ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഏരിയയും ബേസും പരപ്പളവും അതേപോലെ തന്നെ പാദവും ഫിക്സഡ് ആണെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഓരോ ട്രയാങ്കിൾസ് അല്ലെ, നമ്മളിവിടെ ഓരോ ട്രയാങ്കിൾസ് ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു, അതിന്റെ എല്ലാത്തിന്റെയും തേർഡ് വേർട്ടെക്സ് നമ്മൾ ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ലൈനും നമ്മുടെ ബേസും എന്തായി? പാരലൽ ആയിട്ടാണ് പോവുക. ഓക്കെ, ഇനി ഇതിന് നമുക്ക് വേറെ രീതിയിലും പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ബേസും അതേപോലെ തന്നെ ഈ നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിൾസിന്റെ തേർഡ് വേർട്ടെക്സ് കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്ത ലൈനും എന്താണ്? പാരലൽ ആയിട്ടാണ് പോവുകയാണെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഓരോ ട്രയാങ്കിൾസിന്റെയും ഏരിയ എന്താവും? ഫിക്സഡ് ആയിരിക്കും, സെയിം ആയിരിക്കും. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ആദ്യത്തെ കേസ് ഇങ്ങനെയാണ്. നമ്മൾ 2 രീതിയിലാണ് ഈ റിസൾട്ടിനെ പറയുന്നത്. നമ്മുടെ പാദം അതേപോലെ തന്നെ നമ്മുടെ പരപ്പളവും, തന്നിരിക്കുന്ന പരപ്പളവും എന്താണ്? ഫിക്സഡ് ആണ്, അതിനൊരു വ്യത്യാസമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തത്. 8 സെന്റിമീറ്റർ ആണ് നമ്മുടെ പാദം, നമ്മുടെ പരപ്പളവ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള പാദവും പരപ്പളവും നമുക്ക് തരുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഓരോ ത്രികോണത്തിന്റെയും മൂന്നാമത്തെ മൂല അത് നമ്മളൊരു ലൈന് കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ലൈനും നമ്മുടെ ഈ ഫിക്സഡ് ആയിട്ടുള്ള പാദവും എന്താണ്? സമാന്തരമായ രേഖയിലായിരിക്കും പോകുന്നത്. ഇതേ റിസൾട്ടിനെ നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാദം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന നമ്മുടെ ത്രികോണത്തിന്റെ മൂന്നാമത്തെ മൂല തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു ഈ നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ബേസുമായിട്ട് സമാന്തരമായി പോകുന്ന ഒരു ലൈനും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഇടയിൽ നമ്മൾ എത്ര ത്രികോണങ്ങൾ വരച്ചാലും ആ ത്രികോണത്തിന്റെ എല്ലാത്തിന്റെയും ഏരിയ എന്താണ്? സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട്. അപ്പൊ ഈ റിസൾട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇനി കുറച്ച് എക്സസൈസിന്റെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. വശങ്ങളുടെ നീളം 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആയ ഒരു ത്രികോണം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള 2 മട്ട ത്രികോണങ്ങളും വരയ്ക്കുക. എന്താണ് ചോദ്യം? നമുക്ക് 3 സൈഡ്സ് തന്നിട്ടുണ്ട് ട്രയാങ്കിളിന്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ ആ ട്രയാങ്കിൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്യാം. നമ്മുടെ സൈഡ്സിന്റെ നീളം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആണ്. സോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ ബേസ് 3 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു, ഹൈറ്റ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു. അടുത്ത സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, അത് എത്രയാ? 6 സെന്റിമീറ്റർ. ഇവിടെ നമ്മളോട് പരപ്പളവ് കാണാനൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ പരപ്പളവ് എത്രയാന്ന് നമ്മൾ കാണുന്നില്ല, ഇതേ പരപ്പളവുള്ള 2 മട്ട ത്രികോണങ്ങൾ വരയ്ക്കുക. പക്ഷെ എന്താണ് ഇവിടെ പറഞ്ഞത്? പരപ്പളവ് എന്താണ്? സെയിം ആവണം. ഈ ട്രയാങ്കിളിൽ തന്നെ നമ്മൾ നമ്മൾ വരയ്ക്കേണ്ടത്? വേറെ ട്രയാങ്കിൾസ് വരയ്ക്കണം. 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾസ് വരയ്ക്കണം. അതിന്റെ ഒക്കെ പരപ്പളവുകൾ തുല്യമായിരിക്കണം. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ നമ്മുടെ റിസൾട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട്, നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു? റിസൾട്ടിലെ രണ്ടാമത്തെ ഭാഗം, അതായത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ത്രികോണങ്ങളുടെ ബേസും അതേപോലെ തന്നെ ഇതിന്റെ മൂന്നാമത്തെ മൂല ജോയിൻ ചെയ്യുന്ന ആ ലൈനും പാരലൽ ആണെങ്കിൽ
ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതൊക്കെ ത്രികോണങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നു അതിന്റെയൊക്കെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും അല്ലെ? അപ്പൊ ഞാന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. നമ്മുടെ ഈ ബേസ് ആയ 3 സെന്റിമീറ്ററിന് പാരലൽ ആയിക്കൊണ്ട് ഞാനൊരു ലൈൻ വരച്ചു. ഇനി നമുക്ക് എന്താ സെയിം പരപ്പളവ് ഉള്ള ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്താൽ പോരെ? അതിന് നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അത് രണ്ടും എന്താ മട്ട ത്രികോണങ്ങളായിരിക്കണം, അതായത് 90 ഡിഗ്രി ആയിരിക്കണം. സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ കോമ്പസും പ്രൊട്രാക്ടറും ഒക്കെ വെച്ച് വരയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് 2 പാരലൽ ലൈൻസ് ഞാൻ വരച്ചല്ലോ. ഇനി ഞാൻ ഇതേ ഹൈറ്റിൽ 4 സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഒരു 90 ഡിഗ്രി ഒരു ലൈൻ വരച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ വേർട്ടെക്സിലേക്ക് ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് എന്തായി? ആദ്യത്തെ ഒരു മട്ട ത്രികോണം കിട്ടി. ഇതിന്റെ പരപ്പളവും നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിളിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും. അതല്ലേ നമ്മുടെ റിസൾട്ട് പറയുന്നത്? ഇനി നമുക്ക് അടുത്തൊരു മട്ട ത്രികോണവും കൺസ്ട്രക്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു 90 ഡിഗ്രിയിൽ. എന്നിട്ട് ഈ പോയിന്റും നമ്മുടെ ഈ വേർട്ടെക്സും തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോഴെന്തായി? നമുക്ക് ഒരേ പരപ്പളവിലുള്ള അടുത്തൊരു ത്രികോണവും കിട്ടിയിരിക്കുന്നു. സോ ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്താ സെയിം പരപ്പളവുള്ള 2 ട്രയാങ്കിൾസ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യത്തില് ആദ്യം തന്നെ നമുക്ക് എന്താ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ABC എന്ന് പറഞ്ഞൊരു ത്രികോണം തന്നിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡ് 7 സെന്റിമീറ്ററും മറ്റേ സൈഡ് 5 സെന്റിമീറ്ററും ആണ്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം ഇതാണ്: ഇതേ പരപ്പളവുള്ള ത്രികോണങ്ങൾ വരയ്ക്കണം. എന്താണ്? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രയാങ്കിളിന്റെ അതേ പരപ്പളവുള്ള വേറെ 3 ട്രയാങ്കിൾസ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. ഓരോ ട്രയാങ്കിളിന്റെയും ആംഗിൾസ് തന്നിട്ടുണ്ട്. ആംഗിൾ BAP എന്ന് പറയുന്നത് 90 ഡിഗ്രി. BAP എന്ന് പറയുന്നത് 90 ഡിഗ്രി. ആംഗിൾ BCQ എന്ന് പറയുന്നത് 60 ഡിഗ്രിയും ആംഗിൾ ACR എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. സോ നമുക്ക് ഇനി ആദ്യം തന്നെ എന്താ 3 ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിനെ ഞാൻ ഒന്നുകൂടെ ഞാൻ വരയ്ക്കുകയാണ്. ABC 7 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. നമുക്ക് ഇനി ആദ്യത്തെ ട്രയാങ്കിളിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ BAP എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. സോ അതിനു മുന്നേ നമുക്ക് സെയിം പരപ്പളവുള്ള ട്രയാങ്കിൾസ് അല്ല വരയ്ക്കേണ്ടത്. സെയിം പരപ്പളവുള്ള ട്രയാങ്കിൾസ് എങ്ങനെ വരയ്ക്കുക? നമ്മൾ ഈ ഒരു കേസിൽ എന്താണ് നമ്മുടെ റിസൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഒരേ പരപ്പളവുള്ള ത്രികോണങ്ങൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിന്റെ 3rd വേർട്ടെക്സ് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യണം. എങ്ങനത്തെ ലൈൻ ആവണം? നമ്മുടെ ബേസ്, അതായത് ABക്ക് പാരലൽ ആയിക്കൊണ്ടുള്ള ഒരു ലൈൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഈ 2 പാരലൽ ലൈൻസിന്റെ ഇടയിൽ ഏതൊക്കെ ട്രയാങ്കിൾസ് വരച്ചാലും അതിന്റെയൊക്കെ പരപ്പളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. നമ്മളെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ BAP എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. BA എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ ബേസ് ആണ് ഉദ്ദേശിക്കുന്നത്. BA ആംഗിൾ BAP എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് 90 ഡിഗ്രി ആയിരിക്കാം. സോ 90 ഡിഗ്രിയിൽ ഞാൻ എന്താ ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ഈ പോയിന്റിന് ഞാൻ P എന്ന പേര് കൊടുക്കുന്നു. എന്നിട്ട് ഈ പോയിന്റിന് ഞാൻ ഈ B ആയിട്ട് ജോയിൻ ചെയ്യുന്നു. സോ നമുക്ക് പുതിയൊരു ട്രയാങ്കിൾ കിട്ടി. BAP എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കിട്ടി. ഇതിന്റെ ഏരിയയും അതേപോലെ തന്നെ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? തുല്യമായിരിക്കും. കാരണം എന്താ? ഈ 2 ട്രയാങ്കിളും കിടക്കുന്നത് എവിടെയാണ്? ഈ 2 സമാന്തര വരകളുടെ ഇടയിലാണ്. സോ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിൾ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ ആംഗിൾ BCQ എന്ന് പറയുന്നത് എന്താണ്? 60 ഡിഗ്രി ആയിരിക്കണം. അടുത്ത കണ്ടീഷനാണ്. ഞാൻ നമ്മുടെ ട്രയാങ്കിളിനെ വീണ്ടും ഒന്ന് വരയ്ക്കുന്നു.
എ ബി സി 7 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. ഇവിടെ എന്താണ് ആംഗിൾ ബി സി ക്യൂ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. സോ ബി സി ആണ് നമ്മുടെ ബേസ്. ബി സി ഇതാണ് നമ്മുടെ ബേസ്. ഓൾസോ നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സെയിം പരിപ്പളവ് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇത് ബേസ് ആണ്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ എന്താ തേർഡ് വെർട്ടെക്സ് ഉള്ള പോയിന്റ്, തേർഡ് വെർട്ടെക്സ് ഈ ട്രയാങ്കിളിന്റെ. സോ നമ്മൾ ഈ ബി സി ബേസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഇതിന് പാരലൽ ആയിക്കൊണ്ട് നമ്മൾ എന്താ ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യാം. സോ ഈ ലൈനും ബി സി എന്താണ് പാരലൽ ആയിട്ട് പോവാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ബി സി ക്യു എന്താണ് 60 ഡിഗ്രി ആണ്. സോ ആംഗിൾ ബി സി ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഇനി കൺസ്ട്രക്ട് ചെയ്യും. അത് 60 ഡിഗ്രി ആണ്. സപ്പോസ് ഇത് 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മളൊരു ലൈന് ഈ ലൈനിന് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ പോയിന്റ് നമുക്ക് ഈ ബി എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് ജോയിൻ ചെയ്യുന്നു. സോ എന്തായി? നമുക്ക് അടുത്ത ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ ബി സി ക്യൂ ആൻഡ് അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്തായി 60 ഡിഗ്രി ആയി. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മുടെ എ ബി സിയുടെ ഏരിയ എന്താണ് തുല്യമാണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ ബേസിന് പാരലൽ ആയിക്കൊണ്ട് നമ്മളൊരു ലൈൻ കൺസ്ട്രക്ട് ചെയ്തതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്ത ട്രയാങ്കിളിന്റെ കേസ് എന്താണ്? ആംഗിൾ എ സി ആർ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആവാം. എ ബി സി കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ എ സി ആർ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ നമ്മുടെ ബേസ് എന്തായിരിക്കും? എ സി ആണ്. സോ ഇതാണ് നമ്മുടെ ബേസ്, നമ്മുടെ ട്രയാങ്കിളിന്റെ ബേസ്. സോ ബി എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആണ് തേർഡ് വെർട്ടെക്സ്. അപ്പൊ എന്താ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്? എ സി എന്ന് പറഞ്ഞ ബേസിന് പാരലൽ ആയിക്കൊണ്ട് നമ്മളൊരു ലൈൻ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ബി എന്ന് പറഞ്ഞ വെർട്ടെക്സ് ടച്ച് ചെയ്തുകൊണ്ട്. ഇനി നമ്മുടെ കണ്ടീഷൻ എന്താ? ആംഗിൾ എ സി ആർ 30 ഡിഗ്രി ആണ്. എ സി സി എന്താവണം? ഇവിടെ 30 ഡിഗ്രി ആണ്. സോ 30 ഡിഗ്രിയിൽ ഞാനൊരു ലൈൻ വരച്ചു. എന്നിട്ട് ഞാൻ ഈ വെർട്ടെക്സുമായിട്ട് ജോയിൻ ചെയ്യും. ഈ പോയിന്റിന്റെ പേര് ആർ ആണ്. സോ ട്രയാങ്കിൾ എ സി ആർ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ആറും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സിയും എന്താണ്? സെയിം ആണ്. കാരണം നമ്മൾ പാരലൽ ലൈൻസ് വരച്ചു. സോ ഈ ഒരു ക്വസ്റ്റ്യനും ഇതിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് ആണ്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ റിസൾട്ട് ആണ് നമ്മൾ പഠിച്ചത്. ആ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 പ്രോബ്ലംസും ചെയ്തു. ഇനി കുറച്ച് പ്രോബ്ലംസ് കൂടെ ഉണ്ട് എക്സസൈസിൽ. എന്തായാലും നിങ്ങൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാസ് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചാനലായ ഡിസ്മി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.